മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സൂപ്പർമാർക്കറ്റ്, ടെക്സ്റ്റൈൽസ്, ഫുട്വെയർ, ഹൗസ് ഹോൾഡ്, വാസ്റ്റ് പാർക്കിംഗ് ഏരിയ എല്ലാം ചേർന്ന് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്. ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. നല്ല നമസ്കാരം. ലാലീസ് ഗ്രൂപ്പ് ആൻഡ് ഹരിത ഫാർമസ്യൂട്ടിക്കൽ മാറ്റുലിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ജോബി ജോൺ. ഇന്ന് മാറ്റുലി ചർച്ചയ്ക്കെടുക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അധികാരികളുടെ അടുത്തേക്ക് ഞങ്ങൾ ഈ ഒരു വിഷയം എത്തിക്കുമ്പോൾ ഉടൻ തന്നെ ഒരു നടപടികളിലേക്ക് പോകണമെന്ന് വിനീതമായി ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഇന്ന് മാറ്റുലി സംഘം എത്തിച്ചേർന്നിരിക്കുന്നത് മണലിപ്പുഴയിലാണ്. മണലിപ്പുഴയുടെ തുടക്കത്തിലാണ് ഞാൻ നിൽക്കുന്നത്. പീച്ചി ഡാമിൻ്റെ തൊട്ടടുത്ത്. ഇവിടെ നിന്നാണ് മണലിപ്പുഴയുടെ ആരംഭം കുറിക്കുന്നത്. മണലിപ്പുഴ എങ്ങനെയായിരുന്നു എന്ന് പഴയ കാലത്തെ ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം. ഈ കാണുന്നതാണ് ഇപ്പോൾ മണലിപ്പുഴയുടെ അവസ്ഥ. ഈ കിടക്കുന്നത് പച്ചപ്പ് പിടിച്ച സ്ഥലമൊന്നുമല്ല, മറിച്ച് ഓരോ മഴക്കാലത്തും ഒഴുകി വന്ന മണ്ണുകളും കല്ലുകളും തടിയുമെല്ലാം ഇങ്ങനെ കൂമ്പാരം കൂടി പുഴ ഇത്രമാത്രം ശോഷിച്ചിരിക്കുകയാണ്. ഇതുകൊണ്ടുണ്ടാവുന്ന ദോഷമാണ് കഴിഞ്ഞ 2024 മണലിപ്പുഴയുടെ ഇരു കരകളിലും താമസിക്കുന്നവർ അനുഭവിച്ച ദുരന്തം. പീച്ചിയിൽ നിന്ന് തുടങ്ങിയാൽ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 8ഓളം വാർഡുകളിലൂടെയാണ് മണലിപ്പുഴ കടന്നു പോകുന്നത്. തൊട്ടപ്പുറത്ത് നടത്തറ പഞ്ചായത്താണ്. നടത്തറ പഞ്ചായത്തിലൂടെയും മണലിപ്പുഴ മുന്നോട്ട് സഞ്ചരിച്ച് തൃക്കൂർ ഗ്രാമപഞ്ചായത്തും കഴിഞ്ഞ് അതിനിടയിൽ പുത്തൂർ ഗ്രാമപഞ്ചായത്തുണ്ട്. അത് കഴിഞ്ഞാൽ തൃക്കൂർ ഗ്രാമപഞ്ചായത്ത്, പിന്നെ മുന്നോട്ട് പോകുന്ന അളവപ്പനർ ഗ്രാമപഞ്ചായത്ത്, നെന്മണിക്കര, അങ്ങനെ പോകുകയാണ്. ഈ പോകുന്ന മണലിപ്പുഴയുടെ ആഴവും വ്യാപ്തിയും വീതിയുമെല്ലാം ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിവിടെയാണെങ്കിൽ ഇവിടെ നിന്ന് മുന്നോട്ട് സഞ്ചരിക്കുന്ന മണലിപ്പുഴയുടെ വീതിയെല്ലാം കുറഞ്ഞു വന്നിരിക്കുകയാണ്. 2024 പീച്ചി ഡാം തുറന്നു വിട്ടപ്പോൾ ഉണ്ടായ ദുരന്തം അതേറെ വ്യാപ്തിയുള്ളതാണ്. ഞാൻ അവിടേക്കൊന്നും പോകുന്നില്ല. ഞാൻ ഈ മണലിപ്പുഴയുടെ തുടക്കത്തിൽ നിന്നുള്ള പ്രശ്നങ്ങൾ പ്രേക്ഷകർക്കും അധികാരികളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. ഇന്നത്തെ അധ്യായം ഇതാണ് ചർച്ച ചെയ്യുന്നത്. ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പീച്ചി ഡാം തുറന്നു കഴിഞ്ഞാൽ മണലിപ്പുഴയിലൂടെയാണ് വെള്ളം പോകുന്നത്. എനിക്ക് തോന്നുന്നു മണലിപ്പുഴയുടെ ഇരുഭാഗങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾ തന്നെയാണ് ഇവിടെ കൂടുതലായിട്ട് ചേർന്ന് നിൽക്കുന്നത്. പീച്ചി ഡാമിൻ്റെ തുടക്ക സ്ഥലത്ത് നിന്നാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു മണലിപ്പുഴയുടെ തീരങ്ങൾ അങ്ങ് പുതുക്കാട് ഭാഗങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകും. ഞങ്ങളൊക്കെ ആ ഭാഗങ്ങളിലെല്ലാം തന്നെ സമാനമായ രീതിയിൽ തന്നെ ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്ന പ്രദേശമാണ് ഈ പീച്ചിയും ഈ കണ്ണാറ പോലെയുള്ള പ്രദേശങ്ങളിലും. യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു മഴക്കാലങ്ങളിൽ അനുഭവപ്പെടുന്ന പ്രതിസന്ധി? ഈ മഴക്കാലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2018 നമ്മൾക്ക് പ്രളയം ഉണ്ടായി. മൊത്തം അത് കേരള സംസ്ഥാനം മൊത്തം ഉണ്ടായ ഒരു പ്രളയമാണ്. വീണ്ടും നമുക്ക് അതിന് മുന്നേ ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് അന്നേരം ഒന്നും നമുക്ക് ഈ പ്രദേശത്ത് വെള്ളം കയറുമോ, നമുക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ 2018 മുതൽ ഇങ്ങോട്ട് വീണ്ടും 2022 ഉണ്ടായി, അത് കഴിഞ്ഞപ്പോൾ 2024 ഉണ്ടായി. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് ഉണ്ടായ പ്രളയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണലിപ്പുഴയുടെ തീരത്ത് താമസിക്കുന്ന നിവാസികൾക്ക് മാത്രമാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടായത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമുക്കറിയാലോ, ആ ഷട്ടർ മുഴുവൻ തുറന്നു വിട്ടതിൻ്റെ ഭാഗമായിട്ടാണ് അത് നമുക്ക് പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ്, ആരും അറിഞ്ഞില്ല, ആൾക്കാർക്ക് ഒരു കാര്യങ്ങൾ സാധനങ്ങളോ ഒന്നും മാറ്റാനും അവർ ജീവന് കൊതികൊണ്ട് ഓടുകയാണ് ചെയ്തത്. അപ്പം ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ പീച്ചി ഡാമിൻ്റെ അടിവാരം മുതൽ പുഴ ക്ലീൻ ചെയ്ത്, അതായത് നമുക്കറിയാം ഇപ്പോൾ സീനറി കണ്ടാലറിയാം കുന്നും പേടും പോലെ പുഴ വെള്ളം ഒഴുകാനായിട്ടുള്ള സ്പേസ് ഇല്ല. അന്ന് ഒഴുകി വന്ന മണ്ണാണോ യഥാർത്ഥത്തിൽ? മണ്ണ് എങ്ങനെയാണ് ഒഴുകി വന്നത് ഉണ്ട്, പിന്നെ സൈഡൊക്കെ ഇടിഞ്ഞ് ചാടി അങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ അത് ആ മണ്ണ് ഇങ്ങനെ കൂന കൂടി അതിൽ മരങ്ങൾ മുളച്ച് നല്ല ഉദ്യാനം പോലെയൊക്കെ ഉള്ള തടസ്സങ്ങൾ മൊത്തം തടസ്സങ്ങളാണ്. അപ്പോൾ ആ തടസ്സങ്ങൾ മണ്ണും മണലും എക്കലും നീക്കം ചെയ്ത് ഞങ്ങൾക്ക് വെള്ളം കറക്റ്റായിട്ട് ഒഴുകി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകില്ല. അടുത്ത് തന്നെ ഇനിയിപ്പോൾ മഴക്കാലം തുടങ്ങുകയാണ്. ആ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അടുത്ത പ്രാവശ്യമെങ്കിലും ഞങ്ങൾക്ക് ഒരു സുരക്ഷിതമായൊരു ജീവിതം, അതായത് നമുക്ക് വാരിക്കെട്ടി ഓടാൻ പറ്റാത്ത ഒരു ജീവിതം ഉണ്ടാകണം. അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കാതെ
അതിന് എത്രയും പെട്ടെന്ന് സർക്കാരും നമ്മുടെ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് MLA-യുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി എടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പ്രത്യേകം പറയാനുള്ളത്. നമ്മൾ മന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു. നിവേദനം കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥന്മാർ നോക്കാൻ വന്നിരുന്നു. അത് നോക്കാൻ വന്നിട്ട് പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം അതിന് യാതൊരു നടപടിയോ അനക്കമോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മുടെ ശ്രീധരിപ്പാലം മുതൽ അങ്ങോട്ട് കിടക്കുന്ന ഭാഗത്ത് 65 ലക്ഷം 70 ലക്ഷം അനുവദിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ സ്റ്റാർട്ടിങ് മുതൽ ചെയ്യാതെ അതിനൊരു ബുദ്ധിമുട്ട് ഒരു പരിഹാരത്തിൽ ശാശ്വത പരിഹാരത്തിലേക്ക് എത്തൂല. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഇങ്ങനെയൊരു അവസരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അതിന് അത്യാവശ്യമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. വലിയ ഒരു പ്രതിസന്ധി ആ സമയത്ത് അനുഭവപ്പെട്ടിരുന്നു, വെള്ളം വന്ന ആ സമയത്ത്? നന്നായി അനുഭവപ്പെട്ടു. ഞങ്ങൾക്ക് കുറേ നഷ്ടങ്ങളാണ് സംഭവിച്ചത്. ലക്ഷക്കണക്കിന് ഞങ്ങളുടെ മതിൽ ഫുള്ള് വീണു. ഈ പുഴയുടെ അടുത്ത് തന്നെയായിരുന്നു ആ സ്ഥാപനം? അതെ, സ്ഥാപനം. അതുകൊണ്ടാണ് ഞങ്ങളുടെ അവിടേക്ക് കൂടുതലായിട്ട് കയറിയത് വെള്ളം. അപ്പം ഞങ്ങളുടെ പറമ്പ് തന്നെ പുഴ പോലെ നിന്നിരുന്നത്. അത്രയ്ക്കും വെള്ളം ഉയർന്ന് നിൽക്കുമായിരുന്നു. അപ്പം വളരെയധികം നഷ്ടങ്ങളാണ് ഞങ്ങൾക്ക് സംഭവിച്ചത്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങളും കൃഷിനാശവും കെട്ടിടത്തിനും മതിലിനൊക്കെ അതിൻ്റേതായ പോരായ്മകളും കുറവുകളൊക്കെ ഞങ്ങൾ സംഭവിച്ചു. അപ്പോൾ എത്രയും വേഗം ഞങ്ങൾക്ക് ഈ മണലെടുത്ത് അതിനെ വെള്ളം ഒഴുക്കി വിടാനുള്ള സംവിധാനങ്ങൾ നന്നായി ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ ഈ ഒരു പക്ഷേ ഇനിയും വരുന്ന വർഷങ്ങളിലൊക്കെ എല്ലാ വർഷങ്ങളിലും ഇങ്ങനെ സംഭവിക്കാൻ ഇടയുണ്ട്. അപ്പം അതുകൊണ്ട് അധികാരികൾ അതിൻ്റെ ഇത്രയേറെ ബുദ്ധിമുട്ടുകൾ സംഭവിച്ച ശേഷം എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടപരിഹാരമോ കാര്യങ്ങളിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും ഞങ്ങൾക്ക് അപേക്ഷ കൊടുത്തിരുന്നോ? അപേക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു. എന്ത് മറുപടിയാണ് അന്ന് ലഭിച്ചത്? സ്ഥാപനങ്ങൾക്ക് തരില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്കാണെങ്കിൽ 2-3 സ്ഥാപനങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊന്നും ഇതുവരെ തന്നിട്ടില്ല. ഞങ്ങൾക്ക് കുറേ ലക്ഷങ്ങളുടെ നഷ്ടങ്ങൾ കൂടുതൽ സംഭവിച്ചു. കൃഷി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മതിൽ ഫുള്ള് വീണുപോയി. പിന്നെ കെട്ടിടത്തിന് കേടുപാടുകളൊന്നും ഇലക്ട്രിക് ഉപകരണങ്ങൾക്കൊക്കെ അങ്ങനെ കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും ഞങ്ങൾക്ക് തന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ എത്രയും വേഗം മണലെടുത്ത് അതിനെ ശരിയായ വിധത്തിൽ ഒഴുക്കി വിട്ടില്ലെങ്കിൽ ഇനി അടുത്ത വർഷങ്ങളിലൊക്കെ ഇത് സംഭവിക്കാൻ ഇടയുണ്ട്. വല്ലാത്തൊരു ഭയത്തോടു കൂടിയല്ലേ ആ സമയത്തൊക്കെ? തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ ഈ പ്രാവശ്യം ഉണ്ടായതില് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോ രാവിലെ വന്നു, പിന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ തന്നെ കഴുത്ത് വരെ കയറി. അപ്പൊ ഞങ്ങളെല്ലാവരും ശരിക്കും ഓടി രക്ഷപ്പെടുക ചെയ്ത്. കാരണം ഇവിടെ നമുക്ക് വയ്യാത്ത കുട്ടികളുണ്ട് ഇവിടെ. അപ്പൊ എല്ലാവരും ആ സമയത്ത് എന്താ ചെയ്തത്? ഞങ്ങള് നാട്ടുകാർ വന്നു. ഞങ്ങളെല്ലാവരും ഒരു വെള്ളത്തിൽ തന്നെ പിടിച്ചുകൊണ്ട് ഓടി ചെയ്ത്. കുട്ടികളാണ് പേടിച്ച്. നമുക്ക് മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള പിള്ളേരാണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ശരിക്കും. ഞാൻ ചോദിക്കുന്നത്, ഈ 2018 പിന്നെ പ്രളയം സ്വാഭാവികം നടന്നു. 2019 സമാനമായ രീതിയിൽ വെള്ളം വന്നു. പക്ഷെ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് 2024 ഉണ്ടായ സമയത്ത് ഭയാനകരമായ അവസ്ഥയിലേക്കാണ്. അത് നമ്മൾ ഉണ്ടാക്കിയ വെള്ളപ്പൊക്കം എന്ന് പറയും. അങ്ങനെ ശരിക്കും അത് കറക്റ്റ് സമയത്ത് ആ മണലൊക്കെ നീക്കിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവില്ലായിരുന്നു. അതുപോലെ നമുക്കൊരു ഇൻഫർമേഷൻ തരാതെ ഒന്നും എടുത്തു വയ്ക്കാൻ പറ്റിയില്ല. ഇവിടെ ക്ലിനിക്ക് ആണെങ്കിലൊക്കെ വളരെ ഫുള്ള് മുങ്ങി. അതുപോലെ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുന്ന അനുസരിച്ച് പോലും ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. അല്ല, ഇൻഫർമേഷൻ രാവിലെ പറഞ്ഞു 15, പക്ഷെ അത് കഴിഞ്ഞിട്ട് അത് 70-75 വരെ നീണ്ടു. വെള്ളം വരുന്നത് കാണുമ്പോഴാണ് അതെ, അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉയർന്നു വരുമായിരുന്നു. അത് വല്ലാത്ത ബുദ്ധിമുട്ടായിട്ട് തോന്നി. അങ്ങനെ അപ്പൊ ഇത് വേണമെങ്കിൽ ഒഴിവാക്കായിരുന്നു. പക്ഷെ ഒരു അശ്രദ്ധ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ആ അശ്രദ്ധ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ, പിന്നെ ഇതിപ്പം മാർച്ച്, ഏപ്രിൽ, മെയ് ഇപ്പം വരുമല്ലോ. അപ്പോൾ അത് ഇനി ഇത് വരാതെ ഇരിക്കണമെങ്കിൽ ഇതിന് തക്കതായിട്ടുള്ള ഒരു ഇടപെടലുണ്ടാവണം, ശക്തമായിട്ടുള്ള ഇടപെടലുണ്ടാവണം. ഇതൊരു അത്യാവശ്യമാണെന്നുള്ള രീതിയിൽ തന്നെ അത്യാവശ്യ കാര്യമാണ്. അപ്പോൾ അത് അത്യാവശ്യമല്ല, ഇതൊരു നാടിന്റെ ആവശ്യമാണ്. അതുപോലെ തന്നെ റോഡ് പണി എന്ന് പറഞ്ഞിട്ട് കുറെ മണ്ണ് അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പൊ ഇനി പുഴയിലേക്കാണ് തട്ടിയിരിക്കുന്നത്? പുഴയുടെ സൈഡിലേക്കാണ് തട്ടിയിരിക്കുന്നത്. വേറെ എങ്ങും സ്ഥലമില്ലാഞ്ഞിട്ട് പുഴയിലേക്ക് തട്ടിയിട്ടു. പുഴയുടെ സൈഡിൽ അവർ പറഞ്ഞത് ഇത് കഴിയുമ്പോ ഈ മണ്ണൊക്കെ എടുത്തു കൊണ്ടുവന്ന പറഞ്ഞത്. പക്ഷെ ഇതുവരെ എടുത്തിട്ടില്ല. റോഡ് പണി കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, മണ്ണ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ മണ്ണ് എടുത്തില്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ വീണ്ടും ഇതൊക്കെ അങ്ങോട്ട് പോരില്ലേ? അപ്പോൾ അതെങ്ങനെ ശരിയാവണം? അപ്പോൾ ഈ കാര്യത്തിൽ വളരെ അത്യാവശ്യമായിട്ട് ഇടപെടൽ വേണം, അല്ലെങ്കിൽ ശരിയാവില്ല. വീണ്ടും നമ്മുടെ ഈ പുഴയുടെ അടുത്തുള്ള എല്ലാ വീടുകളും മുങ്ങി. വളരെ ദയനീയ ഒരവസ്ഥയായിരുന്നു. അത് ആവർത്തിക്കാൻ പാടില്ല. അതിന് ശക്തമായിട്ടുള്ള തീരുമാനം എടുക്കണം. എന്താ പേര്? മാലതി. ആ സമയത്ത് എങ്ങനെയായിരുന്നു? വീടിന്റെ അകത്തൊക്കെ വെള്ളം കയറി? നെഞ്ചിനേലപ്പം വെള്ളം കയറി. വെളുപ്പിന് 4:30 മോനെ എണീറ്റപ്പോഴാണ് ബാക്ക് ഭാഗം 2 കോല് ഉയരത്തിൽ വെള്ളം കാണുന്നത്. അത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഫ്രണ്ട് കട വന്നു തുടങ്ങി. സാധനങ്ങൾ മുഴുവൻ കയറ്റാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. കുറെ സാധനങ്ങളൊക്കെ നഷ്ടപരിഹാരം കിട്ടിയോ?
നഷ്ടപരിഹാരം ചെറുതായിട്ട് കിട്ടി, അത് ക്ലീനിങ്ങിന് തന്നെ തികഞ്ഞിട്ടില്ല. ആ 5000 കിട്ടിയത് ക്ലീനിങ്ങിന് തന്നെ. പിന്നെ 2-3 മാസക്കാലമാണ് ഞാൻ ഡോക്ടറെ കാണാൻ നടന്നത്. ചുമ, അലർജി ഇതൊക്കെ കയറിയിട്ട്. പിന്നെ അടുത്തൊരു മഴക്കാലത്ത് പ്രതീക്ഷിക്കുമ്പോൾ ഭയമല്ല ഉള്ളിൽ? തീർച്ചയായിട്ടും ഭയം തന്നെയാണ്. ഞാൻ ഒരു 10-15 വീടുകളുള്ളൊരു പ്ലോട്ടിലാണ് ഇരിക്കണത്. അവർക്കെല്ലാം അത് ബാധകമാണ്. തീർച്ചയായിട്ടും. എന്തായിരുന്നു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഉറങ്ങിക്കിടക്കായിരുന്നു. ഞാനും മോളും ഹസ്ബൻഡും ഉണ്ടായിരുന്നു. 6:30 ഉണരുമ്പം കാലിന്റെ മുട്ടിന്റെ ഒപ്പം വെള്ളമായി. 2018 എന്തായിരുന്നു അവസ്ഥ? 18 പിന്നെ നമുക്ക് പഞ്ചായത്തിൽ നിന്നുള്ള ഓർഡർ ഉണ്ടായിരുന്നു മാറി താമസിക്കണം എന്നുള്ളത്. അത് കുറേശ്ശെ ആയതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു. അതായത് പറ്റാൻ നോക്കാൻ നമുക്ക് മാറ്റി വെക്കാൻ പറ്റി. പക്ഷേ ഈ 24 പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പം മുട്ടിന്റെ അവിടം വരെ വെള്ളയായി. പിന്നെ എന്ത് സാധനങ്ങൾ മാറ്റി വെക്കാൻ, എല്ലാ സാധനങ്ങളും വെള്ളത്തിലായി. ഞങ്ങൾ ജീവനും കൊണ്ട് എൻ്റെ കുട്ടിയെയും കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടുമായിരുന്നു. അപ്പോൾ ഇനി ഇതുപോലെ ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഡാമിനകത്തെ ചെളിയും മണലും വാരി മണലിപ്പുഴ മുഴുവൻ വൃത്തിയാക്കിയെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ. അതിന് ഗവൺമെൻറ് സഹകരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിൽ കൂടുതൽ എന്തോ പറയാൻ. ഇതിൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം പറയുന്നത് തന്നെ ഞങ്ങൾക്ക് നാണക്കേടായിപ്പോൾ. തീർച്ചയായിട്ടും നിസ്സഹായമായൊരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇതിലപ്പുറം എന്ത് പ്രതികരിക്കണമെന്നാണ് ജനം ചോദിക്കുന്നത്. ഞങ്ങൾ കൂടുതലൊന്നും നീട്ടുന്നില്ല. നമ്മളിതെല്ലാം സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. 2018-ലും 2019-ലുമൊക്കെ സമാനമായ രീതിയിൽ പ്രളയമുണ്ടായപ്പോൾ നമ്മളൊന്ന് ഭയന്നിരുന്നു. പക്ഷേ 2024-ലെ അവസ്ഥ എന്ന് പറയുന്നത് വലിയ നഷ്ടങ്ങൾ തന്നെയാണ് ഈ മണലിപ്പുഴ ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്ന ഇരു കരകളിലും താമസിക്കുന്ന ആളുകൾക്ക് അനുഭവിച്ചത്. അത്രയേറെ ബുദ്ധിമുട്ടുണ്ട്. ഇന്നും ആ ഒരു നഷ്ടത്തിൽ നിന്ന് കര കയറുവാൻ സാധിച്ചില്ല. കൃഷിനാശം നഷ്ടമെന്ന് പറയുന്നത് കണക്കിൽപ്പെടാത്ത അപ്പുറമുണ്ട്. ഇനി നമ്മൾ തന്നെ മാറ്റുലിയിലൂടെ ചിത്രീകരിച്ച ഒരു സംഭവമുണ്ട്. ഈ ആമ്പല്ലൂർ ഭാഗങ്ങളിലുള്ള വ്യാപാരികളുടെ അവസ്ഥ. 75 ലക്ഷം രൂപ വരെയും നഷ്ടപ്പെട്ടു പോയ വ്യാപാരികളുടെ കഥ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നതാണ്. അതെല്ലാം മൂല കാരണമെന്ന് പറയുന്നത് പീച്ചി ഡാമിൻ്റെ അവസ്ഥയാണ്. ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് മണലിപ്പുഴയുടെ ഇരു കരകളിലുള്ള ആളുകൾക്ക് മഴക്കാലത്ത് പേടിയില്ലാതെ സുഖമായി കിടന്നുറങ്ങുവാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് എത്തണം. അതിന് മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഇത്രമേ ഉള്ളൂ. എത്രയും വേഗം മണലിപ്പുഴയെ ഇരുഭാഗങ്ങളിലും ഒന്ന് ശുചീകരിച്ച് മണലിപ്പുഴയുടെ തടസ്സങ്ങൾ മാറ്റിക്കൊണ്ട് വെള്ളം സുഗമമായി ഒഴുകിപ്പോകുവാനുള്ളൊരു സാധ്യതയിലേക്ക് എത്തണം. അതിന് ഉടനൊരു നടപടികളിലേക്ക് അധികാരികൾ പോയില്ലെങ്കിൽ ഒരുപക്ഷെ 2-3 മാസങ്ങൾക്കപ്പുറം എന്ത് വരുമെന്ന് നമുക്കറിയില്ല. കാലാവസ്ഥ വ്യതിയാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ ചിലപ്പോൾ മഴ വരാം. അത്തരം അവസ്ഥ വന്നാൽ ഇനിയും ഇവരൊക്കെ എങ്ങോട്ട് ഓടണം എന്നാണ് ചോദിക്കുന്നത്. പ്രളയം വന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും മനുഷ്യനിർമ്മിത പ്രളയമായിരുന്നു. 2018 സ്വാഭാവികമായിട്ട് കേരളത്തിലുണ്ടായ പ്രളയമാണെന്ന് പറയുന്നു. പക്ഷെ അതും മനുഷ്യനിർമ്മിതമായിരുന്നു. അശാസ്ത്രീയമായിട്ട് 36 ഡാമുകൾ ഒരേ സമയം തുറന്നു വിട്ടുകൊണ്ട് യാതൊരു ബുദ്ധിയില്ലാതെ വെറും 4ാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധി പോലും ഇല്ലാത്ത രീതിയാണ് അന്ന് ചെയ്തത്. അന്ന് കേരളത്തിലെ ജനങ്ങൾ മുഴുവനും ബുദ്ധിമുട്ടി. പക്ഷേ കേരളത്തിലെ സുമനസ്സുകളെല്ലാം ഒന്നിച്ച് കൈകോർത്തപ്പോൾ അതിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് കരകയറാനായിട്ട് പറ്റി. ഇപ്പോൾ ഉണ്ടായ പ്രളയം എങ്ങനെയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അശാസ്ത്രീയമായിട്ട് മാത്രം അത് പടിപടിയായിട്ട് ഇഞ്ചിഞ്ചായിട്ട് തുറന്നു വിടുന്നതിന് പകരം ഒറ്റയടിക്ക് വേഗം തുറന്നു വിട്ട്, അതും മന്ത്രി ഇവിടെ ഇല്ല, മുണ്ടക്കയിലും ചൂരക്കയത്തൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം വന്ന് പറഞ്ഞ് ചാനലിൻ്റെ മുമ്പിൽ നിന്ന് 2 വാക്ക് പറഞ്ഞിട്ടാണ് ഇതൊക്കെ തുറന്നു വിടൽ സാധാരണ. അപ്പോൾ അതിനു വേണ്ടി നിന്നിട്ട് ഒറ്റയടിക്ക് തുറന്നു വിട്ട് ഈ പാവപ്പെട്ട ജനങ്ങളുടെ, ഞാൻ ഈ പ്രളയം ബാധിച്ച സ്ഥലം മുഴുവനും പോയ ഒരാളാണ്. കണ്ട സങ്കടം തോന്നും ഒരു വീടിൻ്റെ അവസ്ഥ. ഈ സിസ്റ്റേഴ്സുടെ സ്ഥാപനമാണെന്ന് പറഞ്ഞില്ലേ, എന്തുകൊണ്ടാണ് ഈ സ്ഥാപനത്തിൻ്റെ മേലെ ഇങ്ങനെ വെള്ളം കയറി വന്നപ്പോൾ അവർ വളരെ ബുദ്ധിമുട്ടി. മിണ്ടപ്രാണി പോലെയുള്ള ആൾക്കാർ ഇവർ ജോലിയെടുത്ത് ഈ ജോലിക്കൊക്കെ പോകുന്നവർ ആ പൈസയൊക്കെ ആ കോൺവെൻറ്റിൽ തന്നെ നിക്ഷേപിച്ച് ആ കുട്ടികളെ സംരക്ഷിച്ചു പോരുന്നവരാണ്. അവർക്ക് വന്ന നാശനഷ്ടത്തിൽ ഇത് സ്ഥാപനമാണെന്നും പറഞ്ഞ് മാറി നിൽക്കുന്നത് 100% മനുഷ്യത്വരഹിതമായ ഒരു പരിപാടിയാണ്. അതിനെ ഞങ്ങൾ ശക്തമായിട്ട് പ്രതിഷേധിക്കുന്നു. ഞാൻ ചോദിക്കുന്നു, ഇതിനൊരു ശാശ്വതമായ പരിഹാരം എന്താണ്? പരിഹാരം ഇത് തന്നെ. ഇവിടെ വാർഡ് മെമ്പറൊക്കെ പറഞ്ഞതുപോലെ തന്നെ മണലിപ്പുഴ നന്നായിട്ട് വൃത്തിയാക്കി ഇനിയും ഇതുപോലുള്ള സംഗതികൾ വരാതിരിക്കത്തക്ക രീതിയിൽ, അതായത് ഈ മണ്ണും ചണ്ടികളും അടിഞ്ഞു വരാതിരിക്കത്തക്ക രീതിയിലുള്ള സത്വര നടപടികൾ വേണമെങ്കിൽ ഈ ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന പുഴയായതുകൊണ്ട് മതിൽ കെട്ടാവുന്ന സംവിധാനം
അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായി. പുഴയ്ക്ക് ആഴം കൂട്ടുന്ന സംഭവങ്ങളും ഉടനെ വളരെ സത്വരമായിട്ട് ഇത് ചെയ്യണം. ഇവിടെ മലയോര ഹൈവേയുടെ ഉദ്ഘാടനത്തിനൊക്കെ മുമ്പ് ചെയ്യേണ്ട കാര്യം ഇതാണ്. കാരണം ഈ വരാൻ പോകുന്ന ഈ പ്രളയം വരുമ്പോൾ ഈ അടുത്ത ജൂൺ ആകുമ്പോഴേക്ക് ഇനി ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പം ഞങ്ങളുടെ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ വേദന ഞങ്ങളുടെയും വേദനയാണ്. അതുകൊണ്ട് ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം. ഇവരെല്ലാവരും പുഴയെ കുറിച്ചാണ് നമ്മളൊക്കെ ചർച്ച ചെയ്യുന്നത്. പുഴയിലെ മണ്ണ് മാറ്റുന്നതൊക്കെ ശരി തന്നെ. എന്നാൽ നമ്മുടെ പാലത്തിൻ്റെ ഹൈറ്റുകൾ തമ്മിലൊന്നും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പുതിയ പാലവും ചെറിയ പഴയ പാലവും തമ്മിലുള്ള കാലക്രമേണ ഈ പുതിയ പാലത്തുമ്പോൾ ഒന്നും വേണ്ട, ഈ വെള്ളപ്പൊക്കത്തിലൊരു പനയോ തെങ്ങോ എന്തെങ്കിലും പറഞ്ഞ് തടഞ്ഞാൽ ഈ പുഴ മാറി ഒഴുകുന്നുള്ള 100 സംശയമില്ല. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ചേട്ടൻ്റെ വീട്ടിലേക്ക് വെള്ളം കയറിയത് ഈ കൊല്ലാണ് മുകളിൽ കയറിയത്. ഈ വെള്ളം കയറുന്നത് ഇങ്ങനെയാണ് ഒഴുകി വരുന്നത്. അതിൻ്റെ പുഴയിലേക്ക് ഇറങ്ങി പോവാണ്. പാലത്തിന് ഒരുപാട് വെള്ളം പോകണമെന്നില്ല. പുതിയ പാലത്തും തട്ടി വെള്ളം വീറിയിട്ടാണ് ഈ വരുന്നത്. പുഴ ശരി തന്നെ, പുഴയിൽ വെടുപ്പാക്കണം, അതൊക്കെ ശരി തന്നെ. പുഴയുടെ അന്തരം വെറുതെ ഒന്ന് നിങ്ങളൊന്ന് ക്യാമറയിലെടുത്താൽ മതി. പഴയ പാലത്തിൻ്റെ പുതിയ പാലത്തിൻ്റെ തമ്മിലുള്ള ഹൈറ്റ് വ്യത്യാസം, ആ വ്യത്യാസം മാറ്റി തന്നെ പകുതി വെള്ളക്കെട്ട് കൊടുത്തു മതി. നമുക്ക് പറയാനുള്ളത്, ഇവിടുന്ന് വെള്ളം വരുന്നുണ്ട്, അവിടെ ഒരു കെട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു കെട്ടുണ്ട്. ആ കെട്ടിൻ്റെ ലെവലിൽ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ കെട്ടിൻ്റെ ലെവലിൽ മണൽ നിൽക്കുകയാണ്. ആ മണൽ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇത് ക്ലിയറായി. പിന്നെ മുന്നോട്ടുള്ളതും അതേ അവസ്ഥ തന്നെയാണ്. ഇത് കഴിഞ്ഞ് അടുത്തൊരു ഘട്ടം ഞങ്ങളുടെ അവിടെ ഉണ്ട്, ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഉണ്ട്. ഞങ്ങളുടെ പുഴ, മണലിപ്പുഴ ഭൂരിഭാഗം സ്ഥലങ്ങളിലും തടസ്സങ്ങളാണ്. തടസ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും പുഴേനെ പൂർണ്ണമായിട്ടും മണ്ണുകൊണ്ട് മൂടിയേക്കുക. മണ്ണ് മൂടിയേക്കുക, അതായത് കരയും ഇത് പുഴയും തമ്മിൽ സെയിം ലെവല്. ആ മണ്ണ് മാറ്റി. അപ്പോൾ അവിടെയൊക്കെ മരങ്ങളും വീണ് കിടക്കുന്നുണ്ട്. ഈ വെള്ളത്തിലേക്ക് മരങ്ങൾ വീണ് കിടക്കുന്നുണ്ട്. ബണ്ടിടിഞ്ഞ് പുഴയോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങൾ, ആ മണ്ണ് എല്ലാം കൂടി ഇതിൽ വീണ് കിടക്കുകയാണ്. അതൊക്കെ എടുത്തു മാറ്റി, ആ മണലെടുത്ത് മാറ്റി വൃത്തിയാക്കി ഇവിടെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഇത് സ്റ്റോറേജ് വരും. ഇവിടെ ഫസ്റ്റ് സ്റ്റോറേജ് ഇവിടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടുള്ള പണിയോട് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ വെള്ളം കെട്ടി നിൽക്കും, മുന്നോട്ടുള്ള വർക്ക് കിടക്കും. അവിടെ അടുത്ത ബണ്ട് വരുന്നിടത്ത് വീണ്ടും സ്റ്റോറേജ് മാതിരിയാക്കി കഴിഞ്ഞാൽ മുന്നോട്ടുള്ള വർക്ക് കിടക്കും. ഇതേമാതിരി ക്ലിയർ ആക്കി നമ്മുടെ ആ സൈഡിലിരുന്നിട്ട് നമ്മുടെ ഇവിടെ എടപ്പലം ആ സൈഡിലിരുന്നിട്ടുള്ള അവിടുന്ന് വരുന്ന ചാലിൻ്റെ 2 ഭാഗവും ഓരോ ആളുകൾ കയ്യേറിയിരുന്നത് കലക്ടർ ഇടപെട്ടിട്ട് JCB വെച്ച് വലിച്ച് ഒരു ഭാഗം വരെ ശരിയാക്കിയിരുന്നു. അത് കഴിഞ്ഞ് മുന്നോട്ടുള്ളത് നടന്നിട്ടില്ല. എത്രയും വേഗം ഇതിനൊരു നടപടി വേണം. ഇതിന് എത്രയും വേഗം നടപടി വേണം. അല്ലെങ്കിൽ 2018 2024 വെള്ളം കയറി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി മാറി താമസിക്കേണ്ടി വന്ന വ്യക്തികളാണ് ഞങ്ങൾ. 2018 2024 ഇതുവരെ ഒരാളും അറിഞ്ഞിട്ടില്ല. നമ്മളൊരു സ്ഥലം മേടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മുടെ ഒരു വീട്. 2018 വരെ വെള്ളം കയറാത്തൊരു സ്ഥലം എന്നുള്ള ഒരു ധൈര്യമായ ഉറപ്പിൻ്റെ പുറത്ത് നമ്മൾ മേടിച്ച സ്ഥലത്ത് 2018 വെള്ളം കയറുകയും അതിനുശേഷം നമ്മൾ വിചാരിച്ചു ഇനി ഇതോടുകൂടി കഴിഞ്ഞു, ഇനി മുന്നോട്ട് അങ്ങനെ ഉണ്ടാവില്ല, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു ഇതുണ്ടാവും, നമുക്ക് വേണ്ടി നല്ലൊരു കാര്യം ഉണ്ടാവും എന്ന് വിചാരിച്ചു. 24 വീണ്ടും വെള്ളം കയറി. ഇവർ ഈ കാര്യം ഈ പ്രാവശ്യവും ചെയ്തില്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള എല്ലാ കൊല്ലവും ഞങ്ങൾ ഇതിനെ തന്നെ അഭിമുഖീകരിക്കേണ്ടി വരും. എങ്ങനെയാണ് ആ സമയത്ത് വീട്ടിലൊക്കെ അവസ്ഥ എന്തായിരുന്നു? വീട്ടിലെ അവസ്ഥ വെച്ചാൽ നിറച്ച് ചെളി കയറി, കിണർ നാശാവുക, അവിടെ കയറി പറ്റാൻ താമസിക്കാൻ പറ്റാത്ത കണ്ടീഷനായി മാറും. ഇതിനുള്ളൊരു കാരണം ചോദിച്ചിട്ട് എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ ഒഴുക്ക് കറക്റ്റാക്കാതെ ഈ പ്രോബ്ലം തീരില്ല. ഇതിപ്പോൾ നെക്സ്റ്റ് ഇനി മഴ വരുമ്പോൾ അതൊരു പ്രോബ്ലം കാണുക സഞ്ചിയിൽ മറ്റേ സംഭവം കൊടുക്കലല്ല ശരിക്കും. ഈ പുഴയുടെ റൂട്ട് ക്ലിയർ ആക്കിയില്ല. അതുപോലെ ഈ വെള്ളം ഒഴുകി പോകുന്ന തടസ്സങ്ങളെല്ലാം ഒരു വിഷയം. നമ്മളിപ്പോൾ ഒരു 17-18 കൊല്ലം നമ്മളിവിടെ ജീവിക്കുന്നു, ഇന്നവരെ ഉണ്ടായിട്ടില്ല. ഇതുപോലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ 18 ഇങ്ങനെ അത് തുറന്നു വെച്ചാൽ ഇതുപോലെ ഫുള്ള് ഷട്ടർ തുറന്നതിന് ശേഷമാണ്. അതല്ലെങ്കിൽ നോർമലി ഒഴുകുന്നൊരു പുഴയാണ്. ഇപ്പോൾ റൂട്ട് കറക്റ്റ് അല്ല. ഈ സീസണെങ്കിലും കൃത്യം, അല്ലെങ്കിൽ വീണ്ടും അടുത്ത കൊല്ലം നമ്മൾ ഇതിലും വലിയ ദുരന്തമുണ്ടാവും. വന്നതിന് ശേഷം കുറേ സഹായിക്കലല്ലോ കറക്റ്റ്, വരാതെ നോക്കലാണ് കറക്റ്റ്. അതിനുള്ള ജനപ്രതികൾക്ക് ഒരുമിച്ച് കൂടി നിന്നുള്ള ഒരു ശാശ്വത പരിഹാരം ഇത് റൂട്ട് ക്ലിയർ ആക്കലാണ്. അതുപോലെ ഷട്ടർ തുറക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങൾ ഇടപെട്ടിട്ട് ഷട്ടർ തുറക്കാൻ നേരത്തെ തുറന്നു വിടാനുള്ള സംവിധാനം ചെയ്യിപ്പിക്കുക. അതല്ലാതെ ഈ പ്രോബ്ലം തീരില്ല. ജനങ്ങൾക്ക് മുൻകൂർ പറയുന്നു, അറിയിപ്പ് തന്നു എന്നൊക്കെ പറയുന്നു. നമ്മൾ ഒരു ഒറ്റ രാത്രി കിടന്നുറങ്ങുന്ന ഒരു ഒറ്റ രാത്രി കൊണ്ട് നിങ്ങൾക്ക് സത്യം പറഞ്ഞ അന്ന സമയത്ത് അറിയിപ്പ് എന്തെങ്കിലും ഞാൻ കിട്ടിയിട്ടില്ല. ഇവിടെ പലരും പറയുന്നത് നമുക്ക് അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. ഒരിക്കലും ചെയ്തില്ല. ഇവിടെ പോയിട്ടുണ്ടാവാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഷട്ടർ ഒറ്റ രാത്രി കൊണ്ടാണോ തുറക്കുന്നത്? ഇത്രയും വലിയൊരു ഡാമാണ് എന്ന് അറിയുമ്പോൾ അതിന് അളവ് അവർക്ക് ആ ചേട്ടൻ പറഞ്ഞ പോലെ കറക്റ്റ് അളവ് അറിയുന്നല്ലേ, തുറന്നു വിട്ടൂടെ? 3-4 ഇഞ്ച് തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇത് കറക്റ്റാവും. അതുപോലെ ഇത് വർഷങ്ങളായിട്ട് നശിച്ചു കിടക്കുന്ന ഒരു റൂട്ടാണിത്. അത് ക്ലിയർ ചെയ്യാതെ ഇന്ന് നടക്കുമ്പോഴേ ആവില്ല. പിന്നെ ഈ ആളെ പറഞ്ഞ പോലെ ഈ ലോബികൾ മണൽ വാരാൻ സഹായിച്ചാൽ എന്തോ കുഴപ്പം? പുഴയ്ക്ക് കുറച്ചുകൂടി ആഴം കിട്ടിയാൽ അതിൻ്റെ റൂട്ട് വെള്ളത്തിനാണ് കിട്ടുന്നത്. അതിനാണ് ശാശ്വത പരിഹാരം കാണേണ്ടത്. അത് നിങ്ങൾ ഈ ഒരു സീസണിലല്ല, ഇത് തുറക്കുന്ന അതിൻ്റെ ശാശ്വത പരിഹാരം കാണാൻ മുന്നോട്ട് നിൽക്കണം. നമ്മൾ ഉണ്ടായിരിക്കും.
ഇത് മനുഷ്യനിർമ്മിതമാണെന്ന് പറഞ്ഞത് ഇത് 1960-കളിലൊക്കെ ഈ പുഴയൊക്കെ നല്ല ഫ്ലോ ഉള്ള പുഴയായിരുന്നു. വേണ്ട മണലും കാര്യങ്ങളും. ഇവിടെ ഒരു മണൽ വാസം എന്നൊക്കെ പറഞ്ഞ ഒരാളൊക്കെ ഉണ്ടായിരുന്നു. അയാൾ എന്നും മണൽ കോരിക്കൊണ്ട് വൃത്തിയാക്കിക്കൊണ്ട് നടന്നതാണ്. അപ്പോൾ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ പാറലോബി ഈ മണലെടുക്കുന്നത് ആണ് കുഴപ്പമുണ്ടാക്കുന്നത്. അത് പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കി. എന്ത് പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കുന്നതായി പറയുന്നത്? അതായത് ഈ ഡാം വന്നതിന് ശേഷം 2 ഫ്ലഡാണ് ഇവിടെ ഉണ്ടായത്. ഒന്ന് 18-19, ഒന്ന് ഈ 24-ലും. അത് ഈ പുഴയിൽ നമ്മൾ നോക്കിയാൽ അത് തുരുത്തുകൾ, ചെറിയ ചെറിയ തുരുത്തുകൾ എടുക്കുകയാണ്. ഇത് മാറ്റാതെ കൊണ്ട് എന്ത് ചെയ്താലും എന്താ പ്രയോജനമുള്ളത്? ഇത് മാറ്റി ചെയ്യണം. പിന്നെ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ അതൊക്കെ വെറും നാമമാത്രമായ ഒരു 10% കോമ്പൻസേഷൻ പോലും കിട്ടിയിട്ടില്ല. അതിന് വലിയ എന്നാ കഴിഞ്ഞ ദിവസം ഇവിടെ ഈ പട്ടിക്കാട് മിനിസ്റ്റർ വന്നൊരു ഇതൊക്കെ വിളിച്ചു, പൈസ തരുമെന്ന് പറഞ്ഞു. അവിടെ ചെന്നിട്ട് ഒരു പൈസ ഇല്ല, ഒന്നുമില്ല. അത് ബാങ്കിൽ വന്നു എന്ന് പറയാനാണ് ഈ വിളിച്ചു വരുത്തിയത്. അപ്പം ഞാൻ ചോദിച്ചു, പൈസ ഉണ്ടെങ്കിൽ താട്ടെ, ചെക്കോ കാശോ എന്തെങ്കിലും തരാൻ പറ്റും. 1 ലക്ഷം രൂപ പോയതാണ്. ഇപ്പം 5000 രൂപ കിട്ടിയിട്ട് ഞങ്ങൾക്ക് എന്താ അതുകൊണ്ട് കാര്യമുള്ളത്? ഇത് പറയുകയാണെങ്കിൽ നമ്മളെ മണൽപ്പുഴയുടെ അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ പോയി നോക്കിയാലേ ഇതിനെപ്പറ്റി അറിയുള്ളൂ. അതെന്താ വെച്ചാൽ മണ്ണ് വന്ന് കൂടി കിടക്കണം. ഞാൻ ഈ വഴി താത്തി ബണ്ടാണ് തട്ടിയപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഇവിടെ മണ്ണ് തൊട്ടത്. ഞങ്ങൾ നടപടികൾ ആ മണ്ണ് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് അന്ന് ആവശ്യപ്പെട്ടത്. അപ്പോൾ അത് 4 ദിവസങ്ങളിൽ തീർക്കാന്ന് പറഞ്ഞാൽ ഇന്ന് വരെ തൊട്ടല്ല. ഞാൻ ഒറ്റയ്ക്ക് പോയി പറഞ്ഞതാ ഈ മണ്ണ് ഇവിടെ ഇടല്ലേ എന്ന് പറഞ്ഞ്. എന്നാൽ ഇവിടെ താമസമില്ല. എൻ്റെ വീട് ഇച്ചിരി കുന്നത്താണ്. എന്നാലും ഇവിടെയുള്ള ജനങ്ങളുടെ ഉള്ളിൽ ഞാൻ ഇറങ്ങി നടക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് വെടുപ്പാക്കി എൻ്റെ ചെറുപ്പകാലത്ത് ഇവിടെയൊക്കെ ഒരു കുഴപ്പമില്ലാത്ത ഒരു ജീവിതം ഇതിവിടെ. തീർച്ചയായിട്ടും. നമുക്കിപ്പോൾ വെള്ളം വിട്ടേറ്റും യാതൊരു അപകടവും ഉണ്ടാവില്ല. പുതിയ പാലം വന്നു കഴിഞ്ഞപ്പോൾ അത് താഴ്ന്നു നിൽക്കുന്നത്, പഴയ പാലത്തേക്കായും താഴ്ന്നു നിൽക്കുന്നത്. ആ പഴയ പാലത്തിൻ്റെ ഉയരം ഇവിടുന്ന് തന്നെ പോവുകയാണെങ്കിൽ ഈ ശല്യം ഇത്രയും ശല്യം വരില്ല. ഒന്നിച്ച് വിടുമ്പോൾ പിന്നെ കയറി നിന്നിരിക്കുക. അല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുഴയിൽ ഇവിടെയൊന്നും ഉള്ള ജനങ്ങൾക്ക് ശല്യം വരില്ലായിരുന്നു. ഇവിടെ ശ്രീധരീധര അവിടെ നിന്ന് അങ്ങോട്ട് 50 ലക്ഷം രൂപ പാസ്സായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, മെമ്പർ പറഞ്ഞത്. അത് ഇവിടെയാണ് ചെയ്യേണ്ടത്. ഇവിടെ നിന്നാണ് വെള്ളം ഒഴുകി പോകേണ്ടത്. ഇവിടെ നിന്ന് ആരംഭിക്കേണ്ടത്. അവിടെ പോയിട്ട് ലാസ്റ്റിൽ കൊണ്ടുപോയിട്ട് പൈസ 50 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് ഒരു കാര്യമില്ല. ചിലവാക്കേണ്ടത് ഇവിടുത്തെ മണ്ണ്, ഈ പാലം വരെയുള്ള മണ്ണാണ് ആദ്യം നീക്കം ചെയ്യേണ്ടത്. എന്നാലാണ് വെള്ളം ഒഴുകി കറക്റ്റായിട്ട് പോകാനുള്ള സ്ഥലം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇത് അവിടെ പോയിട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. കാലത്ത് എൻ്റെ പല്ലു തേക്കാൻ നോക്കുമ്പോഴാണ് മുറ്റത്ത് മുഴുവൻ വെള്ളം. ഭാര്യയ്ക്ക് സുഖമില്ല. ഭാര്യേനെ ഓപ്പറേഷൻ ചെയ്ത് കൊണ്ടിട്ട് 2 മാസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ ഒന്നും എടുക്കാമെന്ന് ആ ഭാര്യേനെ വെള്ളത്തിലൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം തന്നെ കിട്ടിയ ഷർട്ടും മുണ്ടും എടുത്ത് ഒരു മാല വരെ ഉണ്ടായിരുന്നു, അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അത് പിന്നെ പോയില്ല. എന്നിട്ട് നേരെ മാളുടെ വീട്ടിൽ പോയി. മാളുടെ വീട്ടിൽ എന്തെങ്കിലും നഷ്ടപരിഹാരം കിട്ടിയോ? 5000 രൂപ കിട്ടിയിട്ടുണ്ട്. ചുരുങ്ങിയത് എത്ര രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്? ഒരു 1.25 ലക്ഷം രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്. 5000 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. അടുത്ത മഴക്കാലത്തെ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. അടുത്ത മഴക്കാലത്തേക്ക് കണ്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത 5000 വേണ്ടി മേടിക്കാൻ തയ്യാറാവണം. അടുത്ത 5000 കൂടി കിട്ടും. മനസ്സിലായോ? നമ്മൾ ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് നമ്മൾ ഒരു വീട് ക്ലീൻ ചെയ്യാൻ റിനോവേഷൻ ആലോചിക്കാൻ അതിന്റെ ചെലവ് ആലോചിച്ചാണ്. ഫുള്ള് ചെളിയും ഈ ജനലപ്പൊക്കം വെള്ളം വന്നാൽ നിറച്ചും സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് അവിടെ പോയിട്ട് ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ്. അവരിവിടെ വന്ന് ഇടപെടേണ്ട ആൾക്കാരല്ലേ. അവിടെ പോയി ക്യൂ നിപ്പിക്കണോ? അവിടെ പോയിട്ട് ക്യൂ നിപ്പിക്കുകയാണ് ഈ ഒരു അവസ്ഥയിൽ. ഇത്രയേറെ ദുരിതങ്ങൾ സംഭവിച്ചിട്ട് എത്ര അധികാരികൾ നിങ്ങളുടെ ഭവനത്തിലെത്തി? മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ് അവരൊക്കെ വന്നു നോക്കി എന്നതിനോട് പറഞ്ഞു. ഞാൻ ഉണ്ടായിരുന്ന സ്ഥലത്ത് പിന്നെ ആരും വന്നില്ല. പിന്നെ എഞ്ചിനീയറാന്ന് പറഞ്ഞ 2 സ്ത്രീകൾ വന്ന് നോക്കി. അവർ വന്ന് നോക്കി, ഒന്നും വേണ്ടിയില്ല. അപ്പോൾ അവിടെ വീട് ഞാൻ നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടിഞ്ഞു പോയ വീട് JCBക്ക് നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. വീടിന്റെ എല്ലാ സാധനങ്ങളും വീട് ഏകദേശം എല്ലാം 3/4% പോയി. ഇപ്പൊ എന്താ അവസ്ഥ? നിർമ്മിച്ചോ? ഇപ്പോ ആ മാല ഇവിടെ എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞില്ലേ, ആ മാല വിറ്റു. ആ മാല വിറ്റിട്ട് ഇപ്പോൾ ഒരു അടുക്കളയും ചെറിയൊരു റൂമായിട്ട് ഇപ്പോൾ ഷീറ്റ് മേഞ്ഞ് ശരിയാക്കി. 1 ആഴ്ചയായിട്ടുള്ളൂ ഷീറ്റ് മേഞ്ഞിട്ട്. അതിലിപ്പോൾ ഞങ്ങൾ അടുപ്പിൽ എന്താ ചെയ്യണേ? ഒരു വഴിയിൽ എനിക്ക് ഞാൻ ഒരു തൊഴിലാളി ആയിരുന്നു. അല്പം കൃഷിയൊക്കെ ഇവിടെ ഉണ്ട്. ആ കൃഷിയുടെ ഒക്കെ എങ്ങനെയുണ്ട് ഇപ്പോൾ? കൃഷിയുടെ ഒക്കെ വെള്ളത്തിൽ മുങ്ങി. വീട് ഇവിടെ അല്ലേ, എല്ലാം പോയി. കുറെ അടയ്ക്കാമരുണ്ടായിരുന്നു, അതൊക്കെ പോയി. കൃഷിക്ക് എന്തെങ്കിലും നഷ്ടം കിട്ടിയോ? കൃഷിക്ക് ഒന്നും കിട്ടിയില്ല. ഇത്രേ ഉള്ളൂ. മലയാളികളുടെ അവസ്ഥ ഇത്രയേ ഉള്ളൂ. വട്ടപൂജ്യം. അങ്ങനെ തന്നെയല്ലേ? യാതൊരു സംശയമില്ല. നമുക്ക് സ്വാഭാവികമായും
ഇത്തരമൊരു പ്രതിസന്ധി ഈ പ്രദേശത്ത് കടന്നുപോയി മാസങ്ങൾ പിന്നിടുകയാണ്. എന്തായാലും മാറ്റൊലി, TCയുടെ മാറ്റൊലി ഈ ഒരു സമയത്തെങ്കിലും ഇതൊരു വിഷയമായി കണ്ട് പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കാൻ കടന്നു വന്നതിൽ പ്രത്യേകം അഭിനന്ദനം അറിയിക്കും. ഒത്തിരി സന്തോഷം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണാറുണ്ട് മാറ്റൊലി സമൂഹത്തിൽ അവഗണന അനുഭവിക്കുന്ന അല്ലെങ്കിൽ ദുരന്തം അനുഭവിച്ച ആളുകളുടെ ഒപ്പം എല്ലാ കാലത്തും അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു നാവായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജോബി ജോൺ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, പ്രത്യേകിച്ച് ഒരു പുത്തൂരുകാരൻ എന്ന നിലയ്ക്ക് കൂടി. ഈ പ്രദേശത്തെ വിഷയം സ്വാഭാവികമായും നമുക്കറിയാം. ഇവിടെ 2018-ലും 2019-ലും പ്രളയമുണ്ടായപ്പോൾ അത് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായ പ്രളയത്തിൻ്റെ ഭാഗമായി ഈ പ്രദേശത്തൊക്കെ വെള്ളം കയറി കടന്നുപോയതാണ്. അന്ന് കേരളത്തിലെ സർക്കാർ ഒരു തീരുമാനമെടുത്തു, ജലപ്രയാണം എന്നൊരു പദ്ധതിക്ക് രൂപം കൊടുക്കാൻ. 2020-ലാണെന്ന് തോന്നുന്നു. 2020 ജലപ്രയാണം എന്നൊരു പദ്ധതിക്ക് രൂപം കൊടുക്കാൻ തീരുമാനിച്ചിട്ട് കേരളത്തിൽ വെള്ളപ്പൊക്കം നടന്ന സ്ഥലങ്ങളിൽ പുഴകൾ, കാനകൾ, തോടുകൾ, ഡാമുകൾ ഒക്കെ 2020-21 പദ്ധതിയായിരുന്നു. ആ പദ്ധതി പ്രകാരം ഡാമുകളും തോടുകളും അതുപോലെ തന്നെ പുഴകളും ഒക്കെ മാലിന്യം നീക്കം ചെയ്ത് ശുദ്ധീകരിക്കുക എന്നുള്ള ഒരു പദ്ധതിക്ക് ഫണ്ട് ആ ക്യാപ്ഷൻ വെച്ചുകൊണ്ട് കേരളത്തിലെ സർക്കാർ ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തു. പക്ഷെ ആ പദ്ധതി സർക്കാർ കേരളത്തിലെ മുഴുവൻ പദ്ധതികൾ പോലെ പറഞ്ഞ ഇടത്തു നിന്ന് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകുവാൻ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അഭിലാഷ്, അതിനൊരു വ്യത്യാസമുണ്ട്. പുഴ ഒഴുകിയിരുന്നു, ഇനിയും പുഴ ഒഴുകുന്നില്ല, പുഴ ഒഴുകിക്കൊണ്ടേയിരുന്നു. ഒഴുകിയത് വേറെ വല്ലവന്റെ പറമ്പിൽ കൂടെ എന്ന് മാത്രമാണ്. ഈ പുഴ എടുത്ത് പരിശോധിച്ചാൽ അറിയാം, ഇന്ന് പുഴ ഒഴുകുന്നത് യഥാർത്ഥ സ്ഥലത്തൂടെയല്ല, മറിച്ച് പുഴയുണ്ടായിരുന്ന സ്ഥലം മറ്റു പല ആളുകളുടെയും കൈവശമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്ന് നമ്മുടെ ഈ മണലിപ്പുഴയുടെ സൈഡിലൂടെ നമ്മൾ കടന്നു പോയാൽ ആമ്പല്ലൂർ വരെ അല്ലെങ്കിൽ മണലിപ്പുഴ ചെന്ന് അവസാനിക്കുന്ന സമീപ പ്രദേശം വരെ ചെന്ന് നോക്കിയാൽ അവിടെയൊക്കെ കാണുന്നത് ഇത്തരത്തിൽ കയ്യേറ്റം എന്ന് പറഞ്ഞാൽ ആളുകളെ കുറ്റം കൊണ്ട് കാര്യമില്ല. കാരണം പുഴ ഇത്തരം മനുഷ്യനിർമ്മിത പ്രളയമൊക്കെ കടന്നു വരുമ്പോൾ പുഴ കയ്യിൽ നിന്നും കടന്നു പോവുകയാണ്. നമുക്കറിയാം 2018-ലെ പ്രളയവും 2019-ലെ പ്രളയവും കഴിഞ്ഞപ്പോൾ നമ്മുടെ പുഴയ്ക്ക് ചുറ്റും കുറുകനെ എത്രയെത്ര വൻകിട മരങ്ങളാണ് വീണ് കിടന്നിരുന്നത്. തെങ്ങുകൾ, വലിയ വലിയ മരങ്ങളും തെങ്ങുകളും ഒക്കെ വീണ് കിടന്നപ്പോൾ ആ പുഴ പിന്നീട് ഇതുപോലെ ഒരു പ്രളയം കടന്നു വരുമ്പോൾ ആ മരങ്ങൾ തട്ടി, ഇപ്പം നേരത്തെ പാലത്തിന്റെ കാര്യം പറഞ്ഞു, പാലം താഴ്ത്തി പണിതതുപോലെ തന്നെ പുഴയ്ക്ക് കുറുകെ കിടക്കുന്ന വൻകിട മരങ്ങളിലൊക്കെ ചെന്ന് ഈ വെള്ളമടിച്ച് അടുത്ത പറമ്പിലേക്ക് കടന്നു പോകുമ്പോൾ ഏത് സൈഡിലേക്കാണോ ആ മരം കിടക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഭൂമി മാറിപ്പോകുന്ന അടിയന്തരമായി ഇനിയുള്ള ഈ 2-3 മാസത്തിൽ അടിയന്തരമായി ഇതിന് എന്തെങ്കിലും ഒരു നടപടികളിലേക്ക് പോയില്ലെങ്കിൽ അതിരൂക്ഷമാവില്ലേ ഈ പ്രശ്നങ്ങളൊക്കെ? യാതൊരു തർക്കമില്ലല്ലോ. ഇത്തരത്തിലുള്ള പുഴകൾ, വെള്ളപ്പൊക്ക പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി കാനകൾ നന്നാക്കുന്നതിന്, തോടുകൾ നന്നാക്കുന്നതിന് യാതൊരു തരത്തിലുള്ള നടപടികളും കേരളത്തിലെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നില്ല, ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന്റെ ഭാഗത്തു നിന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആളുകൾ പറഞ്ഞ വിഷയം വലുതാണ്. അവർക്ക് നഷ്ടപരിഹാരം നക്കാപ്പിച്ച പൈസ കിട്ടി എന്ന് പറയുന്നതിൽ യാതൊരു തരത്തിലും നമുക്കതിനെ അനുകൂലിക്കാൻ കഴിയില്ല. കാരണം ഒരു കുടുംബത്തിന്റെ അകത്തേക്ക് വെള്ളം കടന്നു വരുമ്പോൾ, ഇവിടെ വിനോദ് സൂചിപ്പിച്ചു, വെള്ളം കടന്നു വന്ന വീടിൽ വെള്ളം കയറി ഇറങ്ങിപ്പോകുമ്പോൾ അവിടുത്തെ ക്ലോസറ്റ്, സെപ്റ്റിക് ടാങ്ക്, കിണർ ഇതെല്ലാം ഒരുപോലെയായി മാറുകയാണ്. ഒരു കിണറ്റിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കണമെങ്കിൽ ആ കിണർ വൃത്തിയാക്കാൻ 10,000 രൂപയ്ക്ക് മുകളിൽ ചെലവാണ്. ക്ലോസറ്റ് നന്നാക്കണമെങ്കിൽ, വീട് റിനോവേഷൻ ചെയ്യണമെങ്കിൽ, വീട്ടിലുണ്ടായിരുന്ന ഇലക്ട്രിക് ഉപകരണങ്ങൾ, TV, AC, എന്തായാലും ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് ഇനി പോകാതിരിക്കണമെങ്കിൽ ഈ മണലിപ്പുഴ എത്രയും വേഗം തടസ്സങ്ങൾ നീക്കണം. ഇവിടെ കാനകൾ വെടുപ്പാക്കണം, തോടുകൾ വെടുപ്പാക്കണം, ഡാമിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യണം. ഇവിടെ സാധാരണ നമുക്കറിയാം ഇടതുകര വലതുകര കനാലുകളുണ്ട്. സമയമായി അത് തുറന്ന് കർഷകർക്ക് വെള്ളം കൊടുക്കാറുണ്ട്. എന്നാൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ആ കനാല് തുറക്കണമെങ്കിൽ ഇവിടുത്തെ കർഷക സംഘടനകൾ സമരം ചെയ്യണം, മന്ത്രിക്ക് നിവേദനം കൊടുക്കണം. എന്നാൽ പോലും തുറക്കില്ല. അതൊക്കെ തുറന്ന് കർഷകർക്ക് വെള്ളം കൊടുത്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മനുഷ്യനിർമ്മിത വെള്ളപ്പൊക്കം ഈ പഞ്ചായത്തിൽ ഉണ്ടാവില്ലായിരുന്നു. അതൊക്കെ തന്നെയാണെന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട് എല്ലാവരുടെയും സ്വപ്ന. അപ്പോൾ നമ്മൾ അതിന് എന്തോരം എഫേർട്ട് എടുത്തിട്ടായിരിക്കും ഒരു വീട് എല്ലാവരും പണിയുക. അപ്പോൾ എല്ലാവരും പൈസ കയ്യിൽ സേവ് ചെയ്ത് വെച്ചിട്ടൊന്നല്ലല്ലോ. നമ്മൾ അത്രയ്ക്ക് ഡെയിലി ജോലിക്ക് പോയി ഉണ്ടാക്കുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെ മേടിച്ച വീട് നമ്മളെല്ലാ വർഷവും മഴക്കാലം ആകുമ്പോൾ പേടിച്ച് ജീവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോണേനും അതിൻ്റെതായ പരിധികളുണ്ട്. അവർക്ക് നമ്മളെ അങ്ങനെ അത് എല്ലാ വർഷവും ആർക്കായാലും ഇഷ്ടമുണ്ടാവില്ല. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ സമാധാനത്തിൽ ഉറങ്ങണം എന്നല്ലേ നമ്മൾ ചിന്തിക്കുക.
ഇപ്പൊ 2018 ഓൾമോസ്റ്റ് എല്ലായിടത്തും കേരളം മൊത്തം ഇങ്ങനെ ഇപ്പൊ നമ്മൾ അതിനൊരു ആ രീതിക്ക് എടുത്തു. പക്ഷെ പിന്നെയും ഇതിന് സമയം നമുക്കത് മാറ്റാനുള്ള സമയം പോലും, നമ്മുടെ വീട്ടിൽ വയസ്സായവരുണ്ട്, കുട്ടികളുള്ള വീടാണ്. അപ്പൊ അതിനൊക്കെ ആ സമയത്തൊക്കെ വെള്ളം കയറണ സമയം പോലും നമുക്ക് രാവിലെ ഉറങ്ങി എണീച്ച് വരുമ്പോൾ കാണുന്നത് വെള്ളം കയറി വരുന്ന ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാനാ പറ്റുക? അപ്പൊ നെക്സ്റ്റ് ഇയറും വരുമ്പോൾ ഇതേപോലെ എല്ലാ വർഷവും നമുക്ക് പേടിച്ച് ജീവിക്കാൻ പറ്റും. അപ്പൊ അതിനൊരു പരിഹാരം, അത് ഈ പുഴ ഒന്ന് ഇപ്പൊ സമനിലയിൽ പോണ, ഇപ്പൊ റോഡും പുഴയും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്ത പോലെ പോണം. അപ്പൊ അതിലെ മണ്ണൊക്കെ നീക്കി അതിനുള്ളൊരു പരിഹാരം കണ്ടുപിടിക്കണമെന്ന് പറയാനുള്ളൂ. എല്ലാവരും പറയുന്ന പോലെ എനിക്കും പുഴയിലെ തടസ്സങ്ങൾ നീക്കണം. പ്രളയം വന്നിട്ട് വീടൊക്കെ മുങ്ങി 2-3 ദിവസങ്ങൾ മാറി താമസിച്ചു. പറമ്പിൽ ബാക്കിലും അതിലൊക്കെ നിൽക്കുന്നു. പിന്നെ കുറെ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വീട് ഈ പറഞ്ഞ മാതിരി വെള്ളം കയറി പണിതിട്ട് ഇപ്പോൾ 5-10 കൊല്ലം ആവണുള്ളൂ. അപ്പോൾ വീടിൻ്റെ തറയൊക്കെ ഇരുന്നിട്ടൊക്കെ പൊട്ടലും ചിന്നലൊക്കെ ആയി. അടുക്കളയിൽ വെള്ളം കെട്ടി നിന്നിട്ട് അടുക്കള മുഴുവൻ പൊളിഞ്ഞ് വേർവിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ആരും ചെയ്തു തരാനൊന്നും ആരുമില്ല, ഞാൻ തന്നെ വേണം. ഞാൻ ഒറ്റയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം പനി വന്ന് പേടിച്ച് പറയലും പനിയും വന്നിട്ട് 3 ദിവസം കിടപ്പന്നെയായിരുന്നു താഴെയുള്ള മോളുടെ വീട്ടിൽ ചെന്നിട്ട്. പിന്നെ ഇവിടെ പഞ്ചായത്തിലൊക്കെ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ ഓരോ ഓട്ടോറിക്ഷ വിളിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഒരു അപേക്ഷ എഴുതി കൊടുത്തത്. പിന്നെ എനിക്ക് ഓർമ്മയൊന്നുമില്ല. എങ്ങനെയാണ് ആ സമയത്ത് പേടിയായിരുന്നു? ആ ചോദ്യത്തിന് അർത്ഥമില്ലെങ്കിലും ആ സമയത്തിന് പേടിയായിരുന്നു പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വീടാണ്. അപ്പോൾ മക്കളൊന്നും ആരും എൻ്റെ കൂടെയില്ല. 4 പെൺമക്കളാണ്. അവരെ 4 പേരെയും കെട്ടിച്ചു വിട്ടു. അവരൊരു വീട് പണിതിട്ടുണ്ട്, അതിലാണ് ഞാൻ താമസിക്കുന്നത്. അവിടുന്ന് വെള്ളം വന്നു കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഗത്യന്തരമില്ലാണ്ടായി. പിന്നെ പിള്ളേർ വന്ന് തന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം നശിച്ചുപോയി. ഒന്നും താഴെ കടന്നതൊന്നും ഉണ്ടായില്ല. വല്ല നഷ്ടപരിഹാരമൊക്കെ കിട്ടിയോ? നഷ്ടപരിഹാരം എനിക്കായിട്ടൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ 2 ബെഡ് സെറ്റ് എല്ലാം നശിച്ചു കേട്ടുപോയി. എൻ്റെ അടുത്തൊരു മഴക്കാലമാകുമ്പോൾ പേടിയാണല്ലേ? മഴ കാറ് കാണുമ്പോഴേക്കും പേടിയായി തുടങ്ങി. ഇവിടെ മണലിപ്പുഴ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പീച്ച് ഡാമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണതാണ്. ഇവിടെ മണൽ വന്ന് കൂടി വർഷങ്ങളായി. ഇതുവരെ മണൽ എടുക്കാനോ അത് വൃത്തിയാക്കാനോ മണലിപ്പുഴ ക്ലീൻ ചെയ്യാനോ ഒരു രീതിയിലുള്ള പദ്ധതികളും ഇതുവരെ ഇവിടുത്തെ സർക്കാർ ചെയ്തിട്ടില്ല. ഇവർ കൂട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ മണൽ മാഫിയകൾക്കും ഈ എംസാൻഡ് പോലുള്ള മാഫിയകൾക്കാണ്, കോറി മാഫിയകൾക്കുമാണ് ഇവർ കൂട്ടുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ മാറിയിട്ട് മണലിപ്പുഴ ക്ലീൻ ചെയ്ത് നോക്കട്ടെ. പണ്ട് കാലത്തൊക്കെ ഈ മണലിപ്പുഴയിൽ നിന്നും ഭാരതപ്പുഴയിൽ നിന്നാണ് മണലുകൾ വന്ന് വീടുകൾ പണിതത്. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ പറ്റില്ല എന്ന് പറയുന്നത് മനസ്സിലാവാൻ പറ്റണില്ല. ആ സമയത്ത് പ്രളയമില്ല, ഈ സമയത്താണ് പ്രളയം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത വർഷം ഇതിനും ഭീകരമായിട്ടുള്ള രീതിയിലാണ് ഇനി ഇവിടുത്തെ നാട്ടുകാർ അനുഭവിക്കാൻ പോകുന്നത്. ജെയിംസ് അന്ന് എങ്ങനെയായിരുന്നു ചേട്ടോ? അന്ന് പുലർച്ചെ ഒരു 4-4:30 കൂടി വെള്ളം പെട്ടെന്ന് വന്ന് കയറണം. പറമ്പില് കയറി നോക്കുമ്പോഴേക്കും വെള്ളം അതേപോലെ പിടിപിട്ടിട്ട് കയറണ്. അപ്പം എൻ്റെ കുഞ്ഞും മോൻ, എനിക്കൊരു 7 വയസ്സുള്ള മോനുണ്ട്. അവൻ കണ്ടത് പേടിച്ച് കരച്ചിലായി. വേഗം ഞാൻ അവനും എടുത്തു, പെണ്ണിനും എടുത്തു. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഒരു വണ്ടി വിളിച്ച് അവൾ വീട്ടിൽ വിടുമ്പോഴേക്കും അകത്തേക്ക് വെള്ളം കയറി. അകന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ വീട്. ഈ വീടിൻ്റെ ആ ജല്ലയുടെ മുകളൊക്കെ കവിഞ്ഞു പോയി. ഒരു സാധനം മാറ്റി വയ്ക്കാൻ കിട്ടിയില്ല. എനിക്ക് ഇവിടെ ചെറിയൊരു കോഴിക്കടയാണ്. എൻ്റെ ഒരു 10-24,000 രൂപയുടെ കോഴി പോയി, കിടന്നിട്ട് പോയി. താറാവ് ഉണ്ടായി. എനിക്ക് താറാവൊക്കെ കച്ചവടമാണ്. ഇറച്ചിക്കോഴി, താറാവ്, ഒരു പശുവും കുട്ടിയൊക്കെ വെള്ളത്തോട് ഒലിച്ചു പോയി. ഇവിടെ 2 ഉയരത്തിൽ വെള്ളം ഇനി പറമ്പിൽ. എത്ര രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ടാവും? അതിനെ സംബന്ധിച്ചുള്ള ഒരു 3 ലക്ഷം പോയിന്റിന്റെ 3 ലക്ഷം പോയിന്റ് പറഞ്ഞ വാഷിംഗ് മെഷീൻ, TV, ഫ്രിഡ്ജ്, കറണ്ടൊക്കെ ഞാൻ ഒരാഴ്ച സ്വിച്ച് ബോർഡൊക്കെ അയച്ചിട്ട് ക്ലീൻ ചെയ്തു. 1 തൊട്ട് തുടങ്ങി എല്ലാ സാധനം വീട്ടിലേക്ക് കയറ്റി വെച്ചു. ചുരുക്കത്തിൽ ജീവൻ മാത്രം കൈമുതലായി. ഭാഗ്യം കിട്ടി, ജീവൻ കിട്ടി. ചേട്ടാ അടുത്ത വർഷം ഒരു ഭീതി അല്ലേ ചേട്ടാ? ഈ ഒരു മഴക്കാലവും നിങ്ങൾ ഭീതിയോടുകൂടി തന്നെയല്ലേ? മഴക്കാലമാണ്. കുറെ പീച്ച് ഡാമിലെ ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കുക. അവര് വെള്ളം ആ സമയം തുറന്നു വിടുക. കേരളത്തിൽ 2018 മഹാപ്രളയമുണ്ടായി. അതിനുശേഷം 19 ഇതുപോലെ തന്നെ പ്രളയമുണ്ടായി. പക്ഷേ 2024 കേരളത്തിൽ നമുക്ക് ഈ കാര്യപ്പെട്ട പ്രളയം ഉണ്ടായിട്ടില്ല. പക്ഷേ എങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ മഹാപ്രളയമാണ് ഉണ്ടായത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. നമുക്കറിയാം ഈ മണലിപ്പുഴയുടെ അവസ്ഥ നമുക്കറിയാം. ഈ മണലിപ്പുഴ ഒഴുകി ഇപ്പോൾ ഒരു തോടിൻ്റെ ഒരു വലിപ്പം മാത്രമേ ഉള്ളൂ. പീച്ചി ഡാമിൻ്റെ ഉത്ഭവം മുതൽ അറബിക്കടലിൽ ചേരുന്നതുവരെ ഈ പുഴ ഇപ്പോൾ ഒരു തോടായി മാറിയിരിക്കുകയാണ്. അടിയന്തരമായി സർക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുഴ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് സ്വാഭാവികമായ നീരൊഴുക്കിനെ തടയാത്ത വിധം
ഈ പുഴയെ സുഖമായി ഒഴുകാനായിട്ട് ആദ്യം തന്നെ നമ്മൾ അനുവദിക്കണം. അതുപോലെ തന്നെ മണൽ പോലെ എടുക്കാതെ ഇപ്പോൾ പുഴയും കരയും ഒരുപോലെയാണ് ഇപ്പോൾ ഒഴുകുന്നത്. ഈ കാലകാലങ്ങളായിട്ട് എന്തുകൊണ്ട് മുൻകാലങ്ങളിൽ പ്രളയം ഉണ്ടായിട്ടില്ല? നമുക്കറിയാം 2018 പ്രളയം ഏകദേശം 100 കൊല്ലം മുമ്പ് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരാളും ഇതുപോലൊരു പ്രളയം നേരിട്ടിട്ടില്ല. ആ കാലങ്ങളെല്ലാം കൃത്യസമയത്ത് പുഴകളിൽ നിന്ന് മണലെടുക്കുകയും പുഴയ്ക്ക് ആഴം ഉണ്ടാവുകയും പുഴ വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോൾ എല്ലാം തടസ്സപ്പെട്ടിരിക്കുകയാണ്. പുഴയിൽ കയ്യേറ്റവും പുഴയെ അതിക്രമിച്ച് കയ്യേറ്റവും അതുപോലെ തന്നെ മണൽ വാരിയായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പരിധി വരെ ഈ കൃത്യമായിട്ടുള്ള പ്രളയം ഒഴിവാക്കാനായി സാധിക്കും. എനിക്ക് തന്നെ പറയാനുള്ളത് 2019 വെള്ളപ്പൊക്കത്തിന് ഞങ്ങളുടെ ചവിട്ട് വരെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. 24 വെള്ളപ്പൊക്കത്തിൽ ഗ്രൗണ്ട് ഫ്ലോർ മൊത്തം വെള്ളത്തിൽ മുങ്ങിപ്പോയി. കുറേ നാശങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇവിടെ ഈ ഡംപ് ചെയ്തിട്ടുള്ള ഈ മണ്ണ് നീക്കുന്നതാണ് ഇപ്പോഴും ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അധികാരിയോട് പറയാനുള്ളത്. കണ്ണാറപ്പാലത്തിൻ്റെ തൊട്ട് താഴെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ 2024 വെള്ളം കയറിയപ്പോൾ ഈ പാലം കവിഞ്ഞാണ് വെള്ളം ഒഴുകിയത്. ഇതിലൂടെ ഒരു തോണിയൊക്കെ ഇട്ടിട്ടാണ് മറുകരയിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരുന്നത്. 2025 എങ്ങനെയാകുമെന്നുള്ള വലിയൊരു ഭീതിയാണ് ഈ പ്രദേശവാസികൾക്ക്. ഈ പ്രദേശവാസികളുടെ വിഷയമല്ല ഞങ്ങൾ അധികാരികളുടെ അടുത്തേക്ക് എത്തിച്ചത്. മണലിപ്പുഴ കടന്നു പോകുന്ന ഓരോ പഞ്ചായത്തിലെയും ഓരോ വാർഡുകളിലെയും പ്രദേശവാസികളുടെ ദുരന്തം. ഇവിടെ നിന്ന് അങ്ങോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ദൂരം കുറയുണ്ട്. അവർക്ക് പറയാനുള്ളതും ഇതുപോലെയുള്ള ദുരന്ത കഥകൾ മാത്രമേ ഉള്ളൂ. മണലിപ്പുഴയുടെ ആരംഭത്തിൽ നിന്ന് ഞങ്ങൾ തുടക്കം കുറിച്ച ഈ വിഷയം ശാശ്വതമായൊരു പരിഹാരം കണ്ടേ മതിയാകും. ഇനി വേനൽക്കാലം വരികയാണ്. ഈ വേനൽക്കാലത്ത് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം നടത്തണം. എന്തിനേറെ പറയുന്നു, ഒറ്റ കാര്യം പറഞ്ഞ് നിർത്താം. ഈ തൊട്ടുമുകളിലുള്ള കണ്ണാറപ്പാലം, അതിനപ്പുറം മനോഹരമായൊരു പാലം നിർമ്മിച്ചിട്ടുണ്ട്. റോഡ് മനോഹരമാക്കിയിട്ടുണ്ട്. അന്ന് ആ റോഡും പാലവും എല്ലാം നിർമ്മിക്കാനായി ഇവിടെ അറ്റകുറ്റപ്പണി നടന്ന സമയത്ത് അന്ന് എടുത്തിരിക്കുന്ന മണ്ണ് പോലും കൂട്ടിയിട്ടിരിക്കുന്നത് ഈ മണലിപ്പുഴയുടെ സമീപത്താണ്. അവിടെ നിന്ന് ഒഴുകിയാണ് ഈ മണ്ണുകളെല്ലാം. അപ്പം ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് പോലും വന്ന് നിൽക്കുന്നത്. ഞാൻ മുന്നേ സൂചിപ്പിച്ചു മണലിപ്പുഴയുടെ ഹൃദയത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന്. ഇതിങ്ങനെയായിക്കൂടാ. ഓരോ അപകടങ്ങൾ നടക്കുമ്പോൾ വീണ്ടും ആ അപകടത്തെ സ്വാഗതം ചെയ്യുന്ന രീതിയിലുള്ള നടപടികളിലേക്ക് നമ്മൾ പോയിക്കൂടാ. സമാധാനമായും സന്തോഷമായും കിടന്നുറങ്ങുന്നൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിക്കണമെങ്കിൽ അധികാരികൾ ഉണർന്നേ മതിയാകൂ. എന്തായാലും തൽക്കാലം നിർത്തുകയാണ്. നാളെ മറ്റൊരു ജനകീയ വിഷയവുമായി കണ്ടുമുട്ടാം. മാറ്റിലേക്ക് നിങ്ങൾ നൽകുന്ന ഓരോ പ്രോത്സാഹനത്തിനും ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് നാളെ കാണാം മറ്റൊരു ജനകീയ വിഷയവുമായി. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.